പ്രവാചകന്റെ പ്രാവീണ്യത്തോടെ ദുഷ്ടനായ കുരിശുപള്ളിക്കൽ അവറാച്ചന്റെ കോടികളുടെ അഴിമതിയെ മറനീക്കി കാണിച്ച ഓനൂർക്കരയുടെ പൊന്നോമന പുത്രൻ PK പ്രഭാകരനെ ചർക്കടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, 8ാം വാർഡിൽ ഞാൻ തന്നെ ജയിക്കും, അത് ഉറപ്പാ. സമ്മതിച്ചു. പക്ഷെ പ്രസിഡന്റിന് പകരം വെറും 7ാം കൂലി മെമ്പറായി ചൊറിയും കുത്തിയിരിക്കാം. ഇക്കണക്കിനാണ് കാര്യങ്ങൾ പോക്കെങ്കിൽ അത് ഉറപ്പാ. എന്ത് ചെയ്യും ഭരത, ജനം മുഴുവൻ അവന്റെ കൂടെ ആയി പോയില്ലയോ? ഞാനെന്ത് പറയാനാ, ഞങ്ങളെ ആരും അറിയിക്കാതെ ഒറ്റയ്ക്ക് വിഴുകാൻ നോക്കിയതുകൊണ്ടല്ലേ ഇപ്പൊ തലയും കുത്തി താഴെ വീണത്. ശരിയാ, തട്ടിച്ചതിന്റെയും വെട്ടിച്ചതിന്റെ ഒരു പങ്ക് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാമായിരുന്നു. എടാ, അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി ആവർത്തിക്കില്ല നീ ഉറപ്പ് തന്നില്ലയോ? നീ വെറുമൊരു ബ്രോക്കറല്ല, നമ്മുടെ പാർട്ടിയുടെ ശക്തനായ ഒരു നേതാവാണ്. അടുത്ത കൊല്ലം സർക്കാർ നമ്മുടെ പഞ്ചായത്തിന്റെ സെസ്സിന്റെ പരിധി കൊണ്ടുവന്ന ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. ഒരുമിച്ച് നിന്ന് വെട്ടിവിഴുങ്ങേണ്ടവരാ നമ്മളൊക്കെ. അതിനു മുമ്പ് കുരുത്തം കെട്ടവനെ എങ്ങനെയെങ്കിലും ഒന്ന് തറ പറ്റിച്ചില്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോകും കേട്ടോ. ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റൂ. അവന്ന് നീ എന്ത് വേണേലും പറഞ്ഞു പോലെ. ഈ ശീലം നിർത്താറായില്ലേ ക്രിസ്റ്റിക്ക്? പിന്നെ ഞാൻ എന്ത് വേണം? ഇതിനകത്ത് ബോറടിച്ച് മരിക്കണോ? ഇവിടെ വന്നിട്ട് ദിവസങ്ങൾ എത്രയാണെന്നറിയോ? പ്രഭേട്ടൻ ഇപ്പൊ ഇലക്ഷന്റെ തിരക്കില്ല, എന്നാൽ അതിന്റെ ഇടയിൽ എങ്ങനെയെങ്കിലും ഡീൽ ചെയ്തോളാന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്തിന് പ്രഭാകരൻ, നീ നിന്റെ അച്ഛനോട് വിവരം പറയുന്നു, ഇറങ്ങിപ്പോരുന്നു. എനിക്കിനി കാത്തു നിൽക്കാൻ വയ്യ. ഇവിടുത്തെ ബ്ലഡി റാസ്കൽസിന്റെ നോട്ടവും ഉപദേശവും. ക്രിസ്റ്റി വിചാരിക്കുന്നത് പോലെ അത്ര മോശം ആളുകളല്ല. ക്രിസ്റ്റി ഇവിടെ താമസിപ്പിക്കുന്നത് തന്നെ അവരുടെ നന്മയാ. എനിക്ക് ആ നന്മ തിരിച്ചറിയേണ്ട ഒരു കാര്യമില്ല. ഇവരെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒന്ന് പതുക്കെ പറ. ഏത് നിമിഷവും എന്റെ കൂടെ ഇറങ്ങി വന്നോളാമെന്ന് നിന്റെ വാക്കുള്ളതാ. അത് വിശ്വസിച്ച ഞാൻ വിഡ്ഢിയായി. എന്നിട്ടിപ്പോ നിന്റെ അച്ഛന്റെ അനുവാദം കാത്ത് ഞാനിവിടെ കെട്ടിക്കിടക്കണം അല്ലേ? ഇങ്ങനെ കഴിയാൻ എനിക്ക് പറ്റില്ല. ഞാൻ തിരിച്ചു പോയേക്കാം, ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്. ക്രിസ്റ്റി എന്നൊരു സ്ട്രേഞ്ചറെ പോലെ പെരുമാറുന്നത്. യു ആർ ബിഹേവിംഗ് ലൈക്ക് എ സ്ട്രേഞ്ചർ, നോട്ട് മീ. അമ്മ മരിച്ചതിന് ശേഷം എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ അച്ഛനാ. എങ്ങനെ അച്ഛനോട് ഞാൻ? Then what are you going to do? എന്നെ ഒഴിവാക്കുമോ അതോ നിന്റെ അച്ഛനെ ഒഴിവാക്കുമോ? ക്രിസ്റ്റി, അതുകൊണ്ടാ ഞാൻ പ്രഭേട്ടനോട്. Stop it, bloody bitch. ആരാടി പ്രഭേട്ടൻ? വന്ന് കേറിയപ്പോ മുതൽ കേൾക്കാൻ തുടങ്ങിയ പേരാ. അവനെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണോ നിനക്ക് എന്റെ കൂടെ വരാൻ വിഷമം? അതോ നീയും അവനുമായിട്ടും? Stop it. ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒപ്പിട്ട ബലത്തിലാണ് ഇത്രയും പുലപ്പ്യം പറയുന്നതെങ്കിൽ ഓർത്തോളൂ. അതിന് 6 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ. ആ എഗ്രിമെന്റിൽ നിന്ന് പിന്മാറാൻ നമ്മളിൽ ആർക്കും എപ്പോഴും അവകാശമുണ്ട്. What the hell are you talking, bitch? വേണമെങ്കിൽ ക്രിസ്റ്റിക്ക് തിരിച്ചു പോകാം തന്നെ. You dirty go. തൊട്ടുപോകരുത്. ഇത് ഞാൻ എന്റെ മകന് താമസിക്കുന്ന വീടാ. ഇവിടെ വെച്ച് ഇതൊന്നും നടക്കില്ല. രഞ്ജിനി, വേണ്ട. മയക്കുമരുന്നിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു പുതിയ ജീവിതത്തിന് എന്റെ മുമ്പിൽ കെഞ്ചിയ ക്രിസ്റ്റി ഉണ്ടായിരുന്നു. അത് നിങ്ങളല്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ജീവിതം മുഴുവൻ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് വേണമെന്ന് നിങ്ങൾ കരഞ്ഞു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അന്ന് രജിസ്റ്റർ മാരേജിന് ഞാൻ വഴങ്ങിയത്. അത് തെറ്റായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ ആഗ്രഹിച്ചത് നടക്കാതിരുന്നിട്ടില്ല. നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അത് ഞാൻ നടത്തും. ഈ ലോകം മുഴുവൻ അറിഞ്ഞിട്ടും എന്റെ മകൾ വിവാഹം കഴിച്ചതും ഭർത്താവിനെ നാട്ടിൽ കൊണ്ടുവന്ന് രഹസ്യമായി പാർപ്പിച്ചതും ഞാൻ മാത്രം അറിഞ്ഞില്ല. നന്നായി. ഒരു മകൾ അച്ഛനോട് ചെയ്യേണ്ടത് തന്നെ നീ ചെയ്തു. ഇനിയും നീ എന്നെ നാണം കെടുത്താനാണോ ഭാവം എന്ന് എനിക്ക് അറിയണം. ഇനി അച്ഛനായിട്ട് ക്രിസ്റ്റിയെ കാണാൻ പോകണ്ട. അയാള് പോയി. പോവേ? അതെ, എനിക്ക് വിവാഹം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അയാളെ തിരിച്ചയച്ചു. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നാട്ടുകാരെ കണ്ട് മുഴുവൻ പറയിക്കാൻ ഇടവരുത്തിയിട്ട് അയാളെ പറഞ്ഞയച്ചു എന്നോ? അതെ, എനിക്ക് അയാളുമായി ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലായി. അല്ല, പോസ്റ്ററും കൊണ്ട് സുരേഷ് നാളെ തന്നെ വരില്ലേ? 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ പ്രചരണം നിർത്തണം. അവനിപ്പോ ശിവകാശിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവില്ലേ ദേവു? അല്ല, ഈ സുബ്ബരൻ എവിടെ പോയി? രാവിലെ മുതൽ ബുക്ക് സ്റ്റോളും തുറന്നിട്ടില്ലല്ലോ. ഇന്ന് രാവിലെ ചാണ്ടിയുടെ കാറിൽ കയറി പോകുന്നുണ്ടെന്ന് മാവോ പറഞ്ഞു. ചാണ്ടിയുടെ കാറിലോ? എടാ അബ്ദു, നീ വല്ല കുഴപ്പമുണ്ടായിട്ടുണ്ടാവൂ? ശരിയാ, അവരെങ്ങാനും തല്ലിക്കൊന്നിട്ട് നമ്മുടെ പേര് കെട്ടിവെക്കുമെന്നോ? നീ ആ കരുതാവ് വളച്ചൊന്നും പറയാതെ ഒട്ടിക്ക്. നല്ല രാജവമ്പാലയുടെ വിഷം എടുത്ത് ഗ്ലാസ്സിൽ വെച്ച് അല്പ സോഡയും കൂടെ ഒഴിച്ച ഒറ്റ വലിക്കുമ്പോൾ തീർത്ത് കളയും. ചാണ്ടി കുടുങ്ങിയിട്ടുണ്ട്. അതെ, നല്ല മഴ വരുന്നുണ്ട്. പ്രഭേട്ടം പൊക്കോ, ബാക്കി ഞങ്ങൾ ചെയ്തോളാം. അതെ, ഞാൻ നാളെ ഉച്ച കഴിഞ്ഞ ബുക്ക് സ്റ്റാളിലെത്തും. ജയിലിൽ പോയി മാഷ കണ്ട അനുഗ്രഹം മേടിക്കണം. അപ്പൊ നാളെ. അയ്യോ, മൈദമാവ് ഒത്തിരി മിച്ചം വന്നല്ലോ. ഓ, ഇന്ന് ഇതുകൊണ്ട് പൊറോട്ട അടിച്ച് തിന്നാൻ തന്നെ യോഗം.
പ്രഭാകര പുറകുവശത്ത് തുറന്നെടുക്കുകയായിരുന്നു. ഞാൻ അതിലൂടെയാണ് കണ്ടത്. അവിടെയാ രാധേ. പ്രവേട്ട ആ ലൈറ്റം വിട്ടേ സുബ്ര. ഈ വക കാര്യങ്ങൾ നടക്കുമ്പോ ഒരു തെളിച്ചം വേണ്ടേ സുബ്ര? എന്നാലും എന്റെ പ്രഭാകര, സ്വന്തം കാമുകിയെ കൂട്ടുകാരന് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് നീ നടത്തുന്ന ചിന്ന വീട് നാടകം അത് നിന്റെ ആദർശത്തിന് ചേരുന്നതാണോ? നീ അവനെ വിഷമിപ്പിക്കരുത്. എന്നോടുള്ള പ്രതികാരം എന്നോട് തീർക്കണം. അവറാച്ച, ഒന്നും അറിയാത്തൊരു കുടുംബത്തെ തകർക്കരുത്. ഓ ശരിയാ, കാണിച്ചത് പോക്കര് തരാ. വേറെ മാർഗം ഉണ്ടായിരുന്നല്ലോ പ്രഭാകര. നിന്റെ മാനേജർ ഉണ്ടല്ലോ സുബ്രൻ, അവൻ ഇതിന് കൂട്ടു നിൽക്കുമോന്ന് സംശയം ഉണ്ടായിരുന്നു. നല്ല പിടയ്ക്കുന്ന നോട്ട് കണ്ടപ്പോ അവൻ വീണു. അപ്പോ രണ്ടാളും കൂടി ഇതിനകത്ത് സങ്കടങ്ങൾ പറഞ്ഞിരുത്ത് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും കാണേണ്ടതല്ലേ. വിശ്രമിക്കേ. വരട്ടെ പ്രഭാകര. ഏതായാലും പേരുദോഷം വന്ന് രണ്ടാളും നനഞ്ഞു. എന്നാ പിന്നെ ഇനി അങ്ങോട്ട് കുളിച്ചൂടെ? പെണ്ണ് കേസ് കൊടുക്കാൻ ഇളയപ്പനെ വെല്ലാം ഒരാളിനി ജനിക്കണം. സ്വന്തം കൂട്ടുകാരനാണെന്നൊരു വിചാരം ഉണ്ടായിരുന്നു. ഇത്ര ആളും കൂടി ഇവിടെ തുടങ്ങിയിട്ട് കുറെ കാലമായൊന്നും സംസാരമാണ്. എന്ത് ചെയ്യാനോ? എന്താ സംഭവിച്ചത്? അധികാരം, പണം, സ്ത്രീ, ഈ 3 പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ ഒരു ജനാധിപത്യം പോരാ. സോഷ്യലിസം വരണം. സമൂഹം കമ്മ്യൂണുകളാവണം. താനൊന്ന് പോയ എന്താ സംഭവിച്ചത്? നിങ്ങളെ പോലുള്ള 7ാം കൂലികളല്ലാതെ ആരെങ്കിലും അവന് സിന്ദാബാദ് വിളിച്ച് നടക്കോ? പെങ്ങളെ പോലെയാണെന്ന് പറഞ്ഞൊരു പാവം പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തിട്ട് പ്രഭേട്ടനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഇവിടെ കൂടി നിൽക്കുന്ന ഈ ജനം മുഴുവൻ അവന്റെ അനാവശ്യം കണ്ടതാ. വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. ഇതിലെന്തോ ചതിയുണ്ട്. പ്രഭേട്ടൻ എന്താ പറയാനുള്ളതെന്ന് കേക്കട്ടെ. വാടാ. നിക്ക്. ഇനി ഈ വാതിൽ തുറക്കാൻ ഒരാൾക്കേ അവകാശമുള്ളൂ. ഉടമസ്ഥൻ സുരേഷിന്. ശിവകാശിയിൽ നിന്നും സ്ഥാനാർത്ഥി PK പ്രഭാകരന്റെ വർണ്ണ ചിത്രവുമായി അവൻ ഇപ്പോഴിങ്ങെത്തും. എന്നിട്ട് തുറക്കാം. എന്റെ പൊന്നു ചാണ്ടി, വെറുതെ അവനെ കൂടെ അറിയിച്ചിട്ട് നീ. പിന്നെ അറിയിക്കാണ്ട് പറ്റുമോ? വഴിയിലൂടെ നടന്നു പോകുമ്പോ ആൾക്കാർ അവനെ നോക്കി കളിയാക്കില്ലേ? നീ അടക്കം ഉള്ളിച്ചിരിക്കും. ആദർശവാൻ പ്രഭാകരന്റെ തനി സ്വരൂപം അവനും കൂടി അറിയട്ടടാ. ആളെത്തിയല്ലോ.
എന്താടാ, എന്താ പറ്റി? എടാ, ഞാൻ പറയാം സുരേഷേ, നീ ഇല്ലാത്ത സമയത്ത് നിന്റെ ഭാര്യ ഒളിസേവ തുടങ്ങി. നാട്ടുകാരത് കയ്യോടെ പിടിച്ചിരിക്കുക. അനാവശ്യം പറഞ്ഞല്ലോ. എന്റെ അല്ല, അവന്റെ കുത്തിനെ ഏർപ്പിടിക്കുക. സ്വന്തം കാമുകയെ നിനക്ക് കെട്ടിച്ചെന്ന ആ പന്ന പ്രഭാകരന്റെ താക്കോല് പോയി തുറന്നു നോക്ക്. ആദ്യം കണ്ടുപിടിച്ചത് ഞങ്ങളല്ല, അവന്റെ ആത്മമിത്ര സുബ്രനാ. നിൽക്കുന്നു, സത്യമാണെന്ന് ചോദിക്ക. സുരേഷേ, നീ ഇതൊന്നും വിശ്വസിക്കരുത്. ചതിയാണടാ. നിനക്കെന്നെ അറിഞ്ഞൂടെ? രാധ അവള് വെറും പാവടാ. എന്നാലും എന്റെ സരസ്വതിയമ്മേ, ഇത്രയും വലിയ ദുഷ്ടലാക്കോടെയാണ് നിങ്ങളുടെ മോൻ അവളെ ആ ചെറുക്കനെ കെട്ടിച്ചോട്ടെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? രാധയെ അത്രയ്ക്ക് ഇഷ്ടായിരുന്നെങ്കിൽ പ്രഭാകരനെ എന്നെ കല്യാണം കഴിച്ച മതിയായിരുന്നു അല്ലേ? അപ്പൊ ആ ബോംബെക്കാരി പെണ്ണിനെ കെട്ടാൻ നടക്കണമെന്ന് പറഞ്ഞതോ? ഇത്രയും കാലം നാട്ടുകാർക്ക് മുഴുവനും മാതൃകയാണെന്ന് പറഞ്ഞ് നടന്നിരുന്നവനാ. ഓ ദേ വരണ. നമ്മള് പോവാണേ. പാടി നടക്കടി. നിൽക്ക്. ഒരമ്മയും മകനെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കാത്തതാ എന്റെ മോൻ കേൾപ്പിച്ചത്. എന്റെ മോൻ ഒരാളെയും വഞ്ചിക്കില്ലെന്ന് ഞാൻ അഭിമാനിച്ചിരുന്നു. നാടിനും നാട്ടാർക്കും വേണ്ടി രാപകൽ ഓടി നടന്നിരുന്ന നിന്റെ ഉള്ളിൽ ഇത്രയും വിഷമുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല പ്രഭാകര. എനിക്ക് നിന്നെ കാണണ്ട. സമസ്ത കേരളം പീവോ. അങ്ങനെ അവന്റെ ശവക്കുഴി അവൻ തന്നെ തോന്നി. സ്വന്തം പത്രത്തില് പത്രാധിപരെ കുറിച്ചൊരു മോശം വാർത്ത വരുന്നത് ഒരു ഭാഗ്യമല്ലേ ചാണ്ടി? നീ വാർത്ത വായിക്കേ. ഇളയപ്പൻ കേട്ടെങ്കിൽ കോരി തരിക്കട്ടെ. ഒളിസേവ PK പ്രഭാകരൻ പിടിയിൽ. സൽസ്വഭാവി ആദർശവാനായ രാഷ്ട്രീയ പ്രവർത്തകൻ, ജനക്ഷേമ തൽപരനായ പഞ്ചായത്ത് മെമ്പർ തുടങ്ങിയ കുപ്രചരണങ്ങളിലൂടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നടന്ന കള്ളനും കപട സദാചാരവാദിയും സർവോപരി വ്യഭിചാരിയും കാമവെറിയനുമായ ചാരൻ PK പ്രഭാകരന്റെ പരസ്ത്രീ സംഗമം നാട്ടുകാർ കയ്യോടെ പിടിച്ചു. ആരാ വാർത്ത എഴുതിയത്? ഞാനാ. എന്താളേപ്പാ? ഏയ് ഒന്നുമില്ല. അല്ലെങ്കിൽ ഇത്രയും വൃത്തിയിട്ട ഭാഷ വരില്ല. നന്നായിട്ടുണ്ട്. ബാക്കി വായിക്കാം. ലൈംഗിക വേണ്ട. കേട്ട വാർത്ത മധുരം, കേൾക്കാത്തത് ഇരട്ടി മധുരം എന്നല്ലേ? ആ ഇരട്ടി മധുരം അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇത് നാട്ടുകാർക്കും പത്രക്കാരായ പത്രക്കാർക്കും വേഗം ഒത്തിച്ചു കൊടുക്കണം. എറണാകുളത്തും തിരുവനന്തപുരത്തും ഇങ്ങനെ ഇരുന്ന് നമസ്കാരം എന്ന് വാർത്ത വായിക്കുന്ന ന്യൂസ് റീഡർ മാറി ഇതെടുത്തിട്ട് പെരിക്കിയാൽ പിന്നെന്തായിരിക്കും അവന്റെ സ്ഥിതി? അവൻ ഇപ്പോഴേ മരിച്ചു, ഇനിയും കുത്തിക്കൊല്ലണോ? അതിപ്പോ വേണം. ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനായിരുന്നിട്ട് കാര്യമില്ല. മെമ്പർ പ്രഭാകരൻ പിടിയിൽ, പഞ്ചായത്ത് മെമ്പർ പിടിയിൽ. എന്നാൽ ഈ പ്രഭാകരൻ വീന്ദ്രൻ തന്നെയാ അല്ല നായരെ? ശരി, ജീവിതകാലം മുഴുവൻ ഒരു സ്റ്റെപ്പിനെ കൊണ്ട്